So friends, CA related നോട്ടിഫിക്കേഷൻസിനും അപ്ഡേറ്റ്സിനും ഒപ്പം തന്നെ CA related ക്ലാസ്സസ് മലയാളത്തിൽ ലഭിക്കുന്നതിനുമായി ഉടൻ തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. The topic towards which I am drawing your attention in today's video is of immense importance. സോ അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എക്സ്പ്ലെയിൻ ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറഞ്ഞിട്ട്. നവംബർ 2019 എക്സാമിൻ 3 മാർക്സിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ടോപ്പിക് ഡിസ്കഷന് വന്നിരിക്കുന്നത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ്. ആൻഡ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിനെ പറ്റി പഠിക്കുമ്പോൾ അത് നമുക്കൊരു 3 ഫേസസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ലൈക്ക് ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ ഫേസ്, സെക്കൻഡ് വൺ ഈസ് ഇൻകം ഫേസ് ആൻഡ് തേർഡ് വൺ ഈസ് എക്സ്പെൻഡിച്ചർ ഫേസ്. അതായത് ഈ 3 രീതിയിലും നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എടുക്കുന്ന ക്ലോസ്ഡ് എക്കോണമിയാണ്. ക്ലോസ്ഡ് എക്കോണമിയിൽ തന്നെ പ്രൊഡക്ഷൻ്റെ ആകത്തുകയായിട്ടുള്ളത് നമുക്ക് നാഷണൽ ഇൻകത്തിൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് കണ്ടുപിടിക്കാം. വേറെ ഇക്കോണമിയിൽ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ ടോട്ടൽ എടുത്താലും നാഷണൽ ഇൻകം എത്ര ജനറേറ്റ് ആയെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചറിൻ്റെ ടോട്ടൽ എടുത്താലും നാഷണൽ ഇൻകത്തിലേക്ക് എന്തുമാത്രം വർധന വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിനെ ടേം ബൈ ടേം കാണാം. സോ ഫസ്റ്റ് ടേം എന്താണ്? സർക്കുലർ. സർക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു എൻഡ് പോയിൻ്റ് ഇല്ല. ലൈക്ക് നമ്മളിപ്പോൾ ഒരു പോയിൻ്റിൽ സർക്കിളിൽ ഒരു പോയിന്റിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വെൻ വി മൂവ് ഫോർവേഡ് നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് ആ എത്തിയ പോയിന്റിൽ തന്നെ തിരിച്ചെത്തും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു എൻഡ് പോയിൻ്റ് അല്ല, ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇക്കോണമിയിൽ ജനറേറ്റ് ആവുന്ന ഫണ്ടിൻ്റെ കാര്യം. അതൊരിക്കലും എന്താവുന്നില്ല, ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ അത് എൻഡ് ആവുന്നില്ല. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ്. അപ്പോൾ ഈ ഇക്കോണമിയിൽ ക്യാഷ് ഫ്ലോ ഇതുപോലെ ഈ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ ഇൻകം ജനറേറ്റ് ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫോഴ്സസ് തന്നെ ഈ ഒരു കണ്ടിന്യൂഷൻ നടത്തും എന്നുള്ള ഒരു അസംഷൻ, അത് ക്ലാസിക്കൽ അപ്രോച്ചാണത്, അല്ലെങ്കിൽ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ ഒരു അപ്രോച്ചായിരുന്നു. അതിലെത്രത്തോളം വാസ്തവമുണ്ട്, അല്ലെങ്കിൽ പിന്നീട് കെയ്ൻസിൻ്റെ തിയറി എന്തുകൊണ്ട് വന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻ ഡീപ്പ് നമ്മൾ അത്രയും പോകുന്നില്ല, കാരണം നമ്മുടെ ഇൻ്റർ ലെവലിൽ അത്ര ആവശ്യമില്ല. സോ എനിവേസ് നമ്മൾ ക്ലോസ്ഡ് എക്കോണമിയാണ് നോക്കുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ ഇക്കോണമിയിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ ഒന്നും കൂടെ കാണേണ്ടത്. സോ നൗ ഈ ക്ലോസ്ഡ് എക്കോണമിയിൽ എങ്ങനെയാണ് ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നടക്കുന്നതെന്നുള്ളത് ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. ഇവിടെ എടുക്കാൻ പോകുന്ന എക്സാമ്പിൾ ഒരു അലുമിനിയം പ്ലാന്റിൻ്റെയാണ്. അപ്പോൾ അലുമിനിയം പ്ലാന്റിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അലുമിനിയം പ്ലാന്റിൽ പ്രൊഡക്ഷൻ നടക്കുന്നു, അതായത് അലുമിനിയം പാത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അവിടെ എന്തുണ്ടായി? ഒരു ഇൻകം ജനറേഷൻ ഉണ്ടായി. ലൈക്ക് അവിടെ വേജസ് കൊടുത്തു, അവിടെ വർക്ക് ചെയ്ത ലേബേഴ്സിന്, പിന്നെ അതിൻ്റെ ഓണർ ഒരു പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടാവും, പിന്നെ ഫിനാൻഷ്യലി നമ്മൾ ഹെൽപ്പ് ചെയ്തവർക്ക് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടാകും, ആൻഡ് എവിടെയാണോ ആ പ്രൊഡക്ഷൻ നടന്നത് അവിടെ റെൻറ്റ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഇൻകം ജനറേഷൻ ഉണ്ടായി. ആ ഇൻകം ജനറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ അലുമിനിയം പാത്രങ്ങൾ മാർക്കറ്റിൽ നമ്മൾ എക്സ്ചേഞ്ചിന് വെക്കുകയാണ്. അപ്പോൾ പൈസ കൊടുത്തിട്ട് ആളുകൾ ഈ അലുമിനിയം പാത്രം മേടിക്കും. അപ്പോൾ എന്തുണ്ടായി? അവിടെ ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടാവുകയാണ്. ആ എക്സ്പെൻഡിച്ചർ വഴിയായിട്ട്, അതായത് പല രീതിയിൽ റെൻ്റൽ ഇൻകവും ഇൻട്രസ്റ്റ് ഇൻകം ഒക്കെ കിട്ടിയ ആളുകൾ അത് ആ പാത്രങ്ങൾ മേടിക്കുമ്പോൾ അവിടെ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുകയും ആ എമൗണ്ട് തിരിച്ച് ആ അലുമിനിയം പ്ലാന്റിലോട്ട് തന്നെയാണ് വരുന്നത്. അത് അവരെ ഫർദർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ലൂപ്പ് ലൈക്ക് രീതിയിൽ ഈ എമൗണ്ട് അല്ലെങ്കിൽ ഇൻകം നമ്മുടെ എക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാമിലും പറയുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ആൻഡ് സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫാക്ടറി ഇൻകംസ്, റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആണ്. തേർഡ് സ്റ്റേജ് എക്സ്പെൻഡിച്ചർ ഫേസ്, അതെന്ന് പറയുന്നത് ഡിസ്പോസിഷൻ, കൺസംഷൻ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേസ് ആണ്. So now let's see a table showing the method, the data required and what is measured. So first phase എന്ന് പറയുന്നത് phase of output ആണ്, that is value added method ആണ്. അവിടെ എന്ത് ഡേറ്റാസ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്? സം ഓഫ് നെറ്റ് വാല്യൂസ് ആഡഡ് ബൈ ഓൾ പ്രൊഡ്യൂസിങ് എൻ്റർപ്രൈസ് ഓഫ് ദ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയാണ് അവിടെ നമ്മൾ നാഷണൽ ഇൻകത്തിലേക്ക് എടുക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് മെഷേർഡ്? ദ കോൺട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ്. ഓരോ പ്രൊഡ്യൂസിങ് യൂണിറ്റ്സും, ഓരോ സെക്ടറിലുള്ള പ്രൊഡ്യൂസിങ് യൂണിറ്റ്സും എത്ര കണ്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. ആൻഡ് സെക്കൻഡ് ഫേസ് ഈസ്
phase of income, that means income method. Total factory incomes generated in the production of goods and services. Goods and services produce ചെയ്യാനായിട്ട് എന്തെല്ലാം തരം ഇൻകം അവിടെ ജനറേറ്റഡ് ആയിരുന്നു, ലൈക്ക് വേജസ്, റെന്റ്, പ്രോഫിറ്റ്. So that's like the relative contribution of factor owners. And who all are these factor owners? Entrepreneur, he is the factor owner of profit, and the person who gives the financial help is the factor owner of interest, and the person who is providing the building is the factor owner of rent, and those who are providing with the labor are the factor owners of wages. So ഈ പറയുന്ന എല്ലാ ഫാക്ടർ ഓണേഴ്സും കൂടി പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഇൻ ടോട്ടലാണ് നമ്മൾ ഇൻകം മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So the last one is the expenditure method, that means the phase of disposition. അപ്പോൾ ഇക്കോണമിയിൽ സ്പെൻഡിങ് യൂണിറ്റ്സ് എല്ലാവരും കൂടെ സ്പെൻഡ് ചെയ്ത എക്സ്പെൻഡിച്ചറിൻ്റെ ഇൻ ടോട്ടലാണ് ഈ ലെവലിൽ നമ്മൾ എടുക്കുന്നത്. സോ ഹൂ ഓൾ ആർ ദ സ്പെൻഡിങ് യൂണിറ്റ്സ് ഇൻ ദ ഇക്കോണമി? മെയിൻലി നമുക്ക് 3 പാർട്ടീസിനെ പറയാം. ഫസ്റ്റ് വൺ ഈസ് ഗവൺമെൻറ് പബ്ലിക് എക്സ്പെൻഡിച്ചേഴ്സ് നടത്തുന്നുണ്ട്. സോ ദേ ആർ മേക്കിംഗ് സം സോർട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ. ദെൻ കൺസ്യൂമർ ഹൗസ് ഹോൾഡ്സ് ഉണ്ട്, അതായത് അവർ കൺസംഷന് വേണ്ടി, ബേസിക് കൺസംഷന് വേണ്ടി അവർ എക്സ്പെൻഡിച്ചർ എടുക്കുന്നുണ്ട്. ആൻഡ് പ്രൊഡ്യൂസിങ് എൻ്റർപ്രൈസ് ഒബ്വിയസ്ലി അവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കുന്നുണ്ട്. സോ ഈ എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും കൂടി ആഡപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലോ ഓഫ് കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ലഭിക്കും. സോ ആസ് ഓഫ് നൗ വി ആർ ഡൺ വിത്ത് ദ കോർ തിങ്. സോ ലെറ്റ്സ് നൗ സേ ഇൻ ടു ദ റൂട്ട് ലെവൽ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓരോന്നും സ്പെസിഫിക് ആയിട്ടാണ്. സോ ഫസ്റ്റ് വൺ ഈസ് വാല്യൂ ആഡഡ് മെത്തേഡ്. വാല്യൂ ആഡഡ് മെത്തേഡിന് മെയിൻലി 4 പേരുകളാണുള്ളത്. ഓക്കെ, ഡോണ്ട് ബി ജസ്റ്റ് കൺഫ്യൂസ്ഡ് ബൈ ദ നെയിംസ്. ദാറ്റ് ഈസ് വാല്യൂ ആഡഡ് മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻഡസ്ട്രിയൽ ഒറിജിൻ മെത്തേഡ് ഓർ നെറ്റ് ഔട്ട്പുട്ട് മെത്തേഡ്. അപ്പോൾ ഏത് മെത്തേഡിനെ പറ്റി ചോദിച്ചാലും സെയിം തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ആൻഡ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടർ കോസ്റ്റിലായിരിക്കും. വൈ? ബിക്കോസ് ഓഫ്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ബേസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മാർക്കറ്റിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഫാക്ടർ കോസ്റ്റിൽ FCയിൽ വരുന്നത്, അത് MP-യിലല്ല എടുക്കുന്നത്. ആൻഡ് വേറൊരു തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ചിട്ടുള്ളതാണ് നാഷണൽ ഇൻകം കോൺട്രിബ്യൂഷനിലേക്ക് എടുക്കുന്നത്. സോ നമ്മൾ എന്തുകൊണ്ടാണ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് അവിടെ ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോബ്ലം വരും. സോ ഡബിൾ കൗണ്ടിങ് എന്താണ്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എടുക്കാത്തതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എടുക്കേണ്ട, അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് അതിൻ്റെ ഫാക്ടറി കോസ്റ്റിലായിരിക്കും എടുക്കുന്നത്. ഇനി ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 3 സെക്ടേഴ്സായിട്ട് നമ്മുടെ ഇക്കോണമി ഡിവൈഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി സെക്ടർ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി സെക്ടർ, ആൻഡ് തേർഡ് വൺ ഈസ് tertiary sector. So primary sector is all about raw material extractions like agriculture, fishing, mining, all these things belong to the primary sector. And second one is secondary sector, that means the manufacturing sector or the construction sector, where finished products are being produced using all these raw materials. And the third sector is tertiary sector or service sector. It includes സർവീസസ് ലൈക്ക് ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, എക്സെട്ര. അപ്പോൾ ഇങ്ങനെ 3 സെക്ടേഴ്സാണ് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിലുള്ളത്. ആൻഡ് ഈ സെക്ടേഴ്സിനെ വീണ്ടും നമുക്ക് സബ് സെക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാം, അതുപോലെ തന്നെ ഓരോ കമ്മോഡിറ്റീസായിട്ട് ഡിവൈഡ് ചെയ്യാം. സോ നൗ ലെറ്റ്സ് ഹാവ് സം സ്നീക്ക് പീക്ക് ഇൻ ടു ദ ഫോർമുല പാർട്ട്. ദാറ്റ് ഇസ് GVA/MB is equal to value of output minus intermediate consumption. ഒരു പ്രൊഡ്യൂസിങ് യൂണിറ്റിൽ എന്തുമാത്രം കണ്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കിയോ അതിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് GVA/MB കിട്ടുന്നു. സോ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 രീതിയിൽ, അതായത് സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ വൈ വി ആർ ആഡിങ് ദിസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് വിത്ത് സെയിൽസ്? സെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് മുഴുവൻ സെയിലായി പോകണമെന്നില്ല. പ്രൊഡ്യൂസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ നമ്മൾ ക്ലോസിങ് സ്റ്റോക്കിൽ ഉണ്ടാകും. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ ടോട്ടൽ പ്രൊഡക്ഷൻ ആ ഇൻഡസ്ട്രിയുടെ കിട്ടുള്ളൂ. അതിൽ നിന്നാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കേണ്ടത്. സോ ഫോർ എക്സാമ്പിൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് 1000 യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്സ് 2000 യൂണിറ്റ്സ് ആണെങ്കിൽ ഒരു 1000 യൂണിറ്റ്സിൻ്റെ അഡീഷൻ വന്നു, അതും ആ വർഷത്തെ പ്രൊഡക്ഷൻ ആയിരിക്കും. സോ ടോട്ടൽ പ്രൊഡക്ഷൻ എടുക്കുന്ന സമയത്ത് സെയിൽസും ചേഞ്ച് ഇൻ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്യുക. അതിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് GVA/MB കിട്ടും. സോ
സിഗ്മ GVAMP എന്ന് പറയുന്നത് ഗ്രോസിലാണ് കിടക്കുന്നത്. ഗ്രോസിൽ കിടക്കുന്ന ഒരു ഐറ്റത്തിനെ നമ്മൾ നെറ്റിലോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. സോ സിഗ്മ GVAMP മൈനസ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു നെറ്റ് വാല്യൂ ആഡഡ്, ദാറ്റ് ഈസ് NVAMP. സോ നെക്സ്റ്റ് ഫോർമുല വന്നിട്ട് MP-യിലുള്ളതിനെ FC-യിലാക്കാനാണ്. അതിന് വേണ്ടിയിട്ട് NVAMP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ചെയ്യുമ്പം NVAFC കിട്ടും. ആൻഡ് MP-നെ FC ആക്കണമെങ്കിൽ MP-യിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുകയും സബ്സിഡി ആഡ് ചെയ്യുകയും ചെയ്യുക. ആൻഡ് അത് ലാസ്റ്റ് ഫോർമുല വന്നിട്ട് NVAFC പ്ലസ് NFI ഈസ് ഈക്വൽ ടു NNPFC. നമുക്കറിയാം നാഷണൽ ഇൻകം എന്ന് പറയുന്നത് NNPFC ആണ്. സോ NNPFC-യിലെത്താൻ ഡൊമസ്റ്റിക്കിലുള്ള ഒരു ഫോർമുല നാഷണലിൽ എത്തണമെങ്കിൽ NFI, അതായത് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഫൈനൽ നാഷണൽ ഇൻകത്തിലേക്ക് എത്തും. ആൻഡ് ഇതിനകത്തേക്ക് ഓൺ അക്കൗണ്ട് പ്രൊഡക്ഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ബൈ ഗവൺമെൻറ് എൻറ്റർപ്രൈസ് ഹൗസ് ഹോൾഡ് ആഡ് ചെയ്യണം. ആൻഡ് പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസപ്ഷൻ ആഡ് ചെയ്യണം. ആൻഡ് ഓൾസോ ഇംപ്യൂട്ടഡ് റെൻ്റ് ഓഫ് ഓണർ ഒക്യുപ്പൈഡ് ഹൗസസും ആഡ് ചെയ്യണം. ഇംപ്യൂട്ടഡ് റെൻ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ കൊടുത്തിട്ടില്ല, ബട്ട് ഇപ്പോൾ ഓണറിന് 2 ഹൗസ് പുള്ളിക്കാരൻ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരെണ്ണം പുള്ളിക്കാരൻ ഒക്യുപ്പൈ ചെയ്യും, ബട്ട് വേറെ മറ്റേതിൻ്റെ ഇംപ്യൂട്ടഡ് റെൻ്റ് ആയിരിക്കും നമ്മൾ നാഷണൽ ഇൻകത്തിലേക്ക് അഡപ്പ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ 19th ക്വസ്റ്റ്യൻ ഉണ്ട്, ലൈക്ക് സെൽഫ് കൺസംഷൻ ഹൗ ടു കമ്പ്യൂട്ട് ഇൻ നാഷണൽ ഇൻകം. സോ അതിൻ്റെ ആൻസർ വന്നിട്ട് ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ വാല്യൂ ആഡഡ് മെത്തേഡ്. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇൻകം മെത്തേഡാണ്. ആൻഡ് ഇൻകം മെത്തേഡിൽ പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്ത എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ആൻഡ് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് എടുക്കുന്നതാണ് നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ഈ കേസിൽ. ആൻഡ് ഇതിനും 2-3 പേരുണ്ട്, ലൈക്ക് ഫാക്ടർ പേയ്മെൻറ്റ് മെത്തേഡ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഷെയർ മെത്തേഡ് ആൻഡ് ഫാക്ടർ ഇൻകം മെത്തേഡ്. ഈ ഒരു കേസിൽ നമുക്ക് NDPFC കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഫാക്ടർ ഇൻകംസ് പെയ്ഡ് ഔട്ട് ബൈ ഓൾ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് കൺട്രി. ഇപ്പോൾ വേജസ്, റെൻ്റ്, അങ്ങനെ നമ്മൾ പേ ചെയ്തിട്ടുള്ള ഫാക്ടർ ഇൻകമായിട്ട് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആഡപ്പ് ചെയ്യുന്നു. അപ്പം NDPFC വരും. അപ്പോൾ ഡൊമസ്റ്റിക്കിലുള്ളതിനെ നാഷണലിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ NFI ആഡ് ചെയ്ത് കൊടുക്കും. സോ NNPFC or national income is equal to compensation of employees plus operating surplus. That means rent, interest and profit plus mixed income of self-employed plus net factor income from abroad. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ വേജസും കാര്യങ്ങളും എടുക്കുമ്പോൾ ട്രാൻസ്ഫർ ഇൻകംസ് എടുക്കുന്നില്ല. ട്രാൻസ്ഫർ ഇൻകംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഏൺ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് വെൽഫെയറിനൊക്കെ വേണ്ടിയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. അതായത് വേജ് എന്ന് പറഞ്ഞാൽ വി ഏൺ ഇറ്റ് ബിക്കോസ് വി ഹാവ് ഡൺ സംതിങ് ഇൻ റിട്ടേൺ, അല്ലേ? അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ ഇത് പെൻഷനൊക്കെയാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഇൻകം നമ്മൾ നാഷണൽ ഇൻകത്തിൽ എക്സ്ക്ലൂഡ് ചെയ്യണം, അത് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ലൈക്ക് റിട്ടയർഡ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പെൻഷൻ നമ്മൾ ഈ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷനിൽ വേജസ് എടുക്കുമ്പോൾ എടുക്കാനായിട്ട് പാടില്ല. ആൻഡ് മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. GDP at FC-യുടെ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട് ദാറ്റ് ടു. സോ മിക്സഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലേബറും ക്യാപിറ്റലും രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് നമ്മൾ മിക്സഡ് ഇൻകം എന്ന് പറയുന്നത്. ആൻഡ് മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ മേജർലി ഉണ്ടാകുന്ന അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലാണ്, ലൈക്ക് ഇന്ത്യയിൽ മേജർലി ഇത് ഉണ്ടാകുന്നുണ്ട്. സോ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ നേച്ചറുള്ളതും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലേബർ നേച്ചറുള്ളതും കൊടുക്കും. നമ്മളിപ്പോൾ ഒരു ഫേം റൺ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ക്യാപിറ്റൽ നേച്ചറുള്ളത് കൊടുക്കും, പ്ലസ് നമ്മൾ ലേബർ രീതിയിലുള്ള വേജസിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. എൻജിനീയേഴ്സും അങ്ങനത്തെ പ്രൊഫഷണൽസ് ആയിട്ടുള്ളവരും എല്ലാവരും ഇങ്ങനത്തെ ലോയേഴ്സ്, ട്രേഡേഴ്സ്, പ്രൊപ്പറേറ്റേഴ്സ് ഒക്കെ ഇതുപോലത്തെ 2 നേച്ചറിലുള്ള ജോബും ചെയ്യുന്നുണ്ടാവും. സോ അതുകൊണ്ട് നമുക്ക് അത് കറക്റ്റായിട്ട് എഴുതാൻ സെപ്പറേറ്റ് ചെയ്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മിക്സഡ് ഇൻകം എന്നാണ് അതിനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, അഗ്രികൾച്ചർ, ട്രേഡ്, ഇവിടെ എല്ലാം തന്നെ ഈ മിക്സഡ് ഇൻകം കാണാം. അതുകൊണ്ട് നമ്മൾ അതിനെ പൊതുവേ മിക്സഡ് ഇൻകം എന്നാണ്, ഈ സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ഉള്ളതിനെ നമ്മൾ മിക്സഡ് ഇൻകം എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. So we are moving on to the last method, that is expenditure method. And ഈ ഒരു മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ഇൻകം ഡിസ്പോസൽ അപ്രോച്ച്. ആൻഡ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ അഗ്രിഗേറ്റ് ആണ് നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ആൻഡ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ വന്നിട്ട് 2 രീതിയിലുണ്ടാകും. ഒന്നെങ്കിൽ ഹൗസ് ഹോൾഡ് അവരുടെ കൺസംഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, അതല്ലെങ്കിൽ ഗവൺമെൻറ് പബ്ലിക് എക്സ്പെൻഡിച്ചർ വഴി നടത്തുന്ന എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 2 കാറ്റഗറീസാണ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. ആദ്യത്തെ കാറ്റഗറീസ് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ. ആൻഡ് ഇതിനകത്ത് വന്നിട്ട്
ഹൗസ് ഹോൾഡ്സും അതുപോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ കൺസംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ആയിരിക്കും എടുക്കുന്നത് ആൻഡ് നോട്ട് ഫോർ യൂസ് ഇൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ടല്ല. സോ നമ്മൾ കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇസ് മൾട്ടിപ്ലൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ആൻഡ് ദെൻ സമ്മേഷൻ ഇസ് ഡൺ ഫോർ ദ നാഷണൽ ഇൻകം കമ്പ്യൂട്ടേഷൻ. സോ ഇതിനകത്ത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് പ്രൈമറി പ്രോഡക്ട്സ് ആണ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ഫോർ ഓൺ കൺസംഷൻ ബൈ ദ ഹൗസ് ഹോൾഡ്സ് ആൻഡ് അതിനകത്ത് ഉൾപ്പെടുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് പേയ്മെൻറ്റ്സ് ഫോർ ഡൊമസ്റ്റിക് സർവീസസ് വിച്ച് വൺ ഹൗസ് ഹോൾഡ് റെൻഡേഴ്സ് പറയുന്നത് ഒരു ഹൗസ് ഹോൾഡ് മറ്റൊരു ഹൗസ് ഹോൾഡിലേക്ക് റെൻഡർ ചെയ്യുന്ന സർവീസിന് കൊടുക്കുന്ന പേയ്മെൻറ്റും ഇതിനകത്ത് വരും. ദ നെറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഫോറിൻ ഫിനാൻഷ്യൽ അസറ്റ്സ് അതുപോലെ തന്നെ നെറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും NFIയും ഇതിനകത്ത് വരുന്നതാണ്. ആൻഡ് ലാൻഡ് ആൻഡ് റെസിഡൻഷ്യൽ ബിൽഡിങ്സ് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുകയോ ഹൗസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമല്ല. അതെന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫോർമേഷനാണ്. സോ അത് ഗ്രോസ് ക്യാപിറ്റൽ ഫോർമേഷനിലേക്കാണ് പോകുന്നത്. The only expenditure on final goods and services produced in the period for which national income is to be measured and net for investment are included in the expenditure method of calculating national income. അത് മാത്രമാണ് ഇതിനകത്ത് എടുക്കുന്നത്. ആൻഡ് ക്യാപിറ്റൽ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് എടുക്കുന്നില്ല. ആൻഡ് ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒരുപാട് രീതിയിലുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ നടത്തുന്നുണ്ട്, ലൈക്ക് ഡിഫൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എക്സെട്ര. സോ ഇതിനൊക്കെ ഓൺ അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ ഒരു എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആയിരിക്കും. വേറെ എവിടെയും ഇതിനൊരു അക്കൗണ്ടിങ് വരുന്നില്ല, ടു നാഷണൽ ഇൻകത്തിലേക്ക് വരുന്നില്ല. സോ ദിസ് ഇസ് ദ ഓൺലി മെത്തേഡ് വിച്ച് പ്രൊവൈഡ്സ്. ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചേഴ്സ്, പെൻഷൻ, സ്കോളർഷിപ്പ്, അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് ഇതെല്ലാം എക്സ്ക്ലൂഡ് ചെയ്യണം നാഷണൽ ഇൻകം. വേറാസ് നമ്മൾ ഇൻകം മെത്തേഡിലും കണ്ടിട്ട് എക്സ്ക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡിലും പറയാണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആയിട്ടുള്ള ആ നേച്ചറിലുള്ള ഐറ്റംസ് എക്സ്ക്ലൂഡ് ചെയ്യണം. ബിക്കോസ് അതെന്ന് പറയുന്ന ഒരു ഫിക്റ്റീഷ്യസ് ഐറ്റം പോലെയാണ് നമ്മളത് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം പെൻഷൻ കൂടുന്നു എന്നതുകൊണ്ട് നാഷണൽ ഇൻകത്തിലേക്ക് ഒരു രീതിയിലുള്ള വാല്യൂഡേഷൻ നടക്കുന്നില്ല. സോ അത് ആഡപ്പ് ചെയ്യുമ്പോൾ നാഷണൽ ഇൻകം കൂടുന്നു എന്ന് ഉള്ള ഒരു റോങ് ഡിസിഷനിലേക്കാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ മെത്തേഡിലും എക്സ്പെൻഡിച്ചർ മെത്തേഡിലും എടുക്കുന്നില്ല. ആൻഡ് സോ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറും എടുത്ത് ആഡപ്പ് ചെയ്തിട്ടാണ് നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.